പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവഗതികൾ ചർച്ച ചെയ്യുമ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനങ്ങളിലൊന്ന് ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുവാൻ വിമുഖത പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാം എന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന വിശകലനങ്ങളും വിശദീകരണങ്ങളും ഇസ്രായേലി പത്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ജെറുസലേം പോസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഷെയർ ചെയ്യുന്നത്. അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ഒരുപക്ഷെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചേക്കാമെന്ന രീതിയിലാണ് ജെറുസലേം പോസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിച്ചേക്കാവുന്ന സാധ്യതകളും ചർച്ച ചെയ്യപ്പെടും അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എന്ന ഒരു വാദഗതി ജെറുസലേം പോസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ആവശ്യം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിലുമുണ്ട്. അമേരിക്ക യുറേനിയം സമ്പുഷ്ടീകരണം 1% പോലും ഇറാനെ കൊണ്ട് അനുവദിക്കില്ല എന്ന് വാശി പിടിക്കുമ്പോൾ അമേരിക്കയെ കൊണ്ട് ഇറാനെ ഒരു ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ കൂടി ഒരു കരാറിലെത്തിപ്പിക്കുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. അതായത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുക. ഇറാനെ സംബന്ധിച്ച് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി കൂട്ടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ അപകടമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അവരുടെ സുരക്ഷയെ ബാധിക്കും. അങ്ങനെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഇറാൻ്റെ മിസൈലുകളുടെ ദൂരപരിധി കൂട്ടുവാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ജെറുസലേം പോസ്റ്റ് പറയുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നതാണ്. ടെഹ്റാനിൽ ഒരു ക്ലോക്കുണ്ട്. അത് ഇസ്രായേൽ ക്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ആ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറാൻ്റെ ഒരു പ്രൊഡക്ഷൻ വെച്ച്, ഇറാനിലെ ആത്മീയ നേതാക്കന്മാരുടെയൊക്കെ പ്രൊഡക്ഷൻ വെച്ച് അവർക്ക് 2040 ഇസ്രായേലിനെ പൂർണ്ണമായും കീഴടക്കുവാൻ കഴിയുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഏകദേശം 14 വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ക്ലോക്കിൽ കൗണ്ട് ഡൗൺ ഇങ്ങനെ കാണിക്കും. ഇനി എത്ര ദിവസങ്ങൾ, എത്ര മണിക്കൂറുകൾ, എത്ര വർഷങ്ങൾ ഇസ്രായേൽ പൂർണ്ണമായും ഇറാൻ്റെ കയ്യിലാകും എന്ന രീതിയിലൊക്കെ കൗണ്ട് ഡൗൺ വാച്ചുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു. നമുക്ക് ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കാണാം. ടെഹ്റാനിൽ അങ്ങനെ ഒരു ക്ലോക്കുണ്ട്. അത് ഒക്കെയും ഇസ്രായേലിനെ കൂടുതൽ ഭയാശങ്ക ഉണ്ടാക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു രാജ്യം തങ്ങളെ പൂർണ്ണമായും കീഴടക്കുവാൻ വേണ്ടി ഇനി ഇത്ര നാളുകളെ കൗണ്ട് ഡൗൺ എന്നൊക്കെ ഉള്ളൂ എന്ന ക്ലോക്ക് ആ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിൽ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്കയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാകുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ഫാൻ ആണവ കേന്ദ്രത്തിൽ അതിൻ്റെ പ്രവേശന കവാടങ്ങൾ മണ്ണിട്ട് മൂടിയതായി ഉപഗ്രഹ ചാനലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതിൻ്റെ പ്രവേശന കവാടങ്ങൾ രണ്ടും അത് മണ്ണിട്ട് മൂടിയിരിക്കുന്നു. ഇതിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് ഒരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതം കുറയ്ക്കുവാൻ ആണ് എന്ന രീതിയിലാണ്. അല്ലെങ്കിൽ അമേരിക്ക ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുപോലെ അവിടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്തി ആ അണവായുധ കേന്ദ്രത്തിലെ അണവായുധത്തിന് എന്തെങ്കിലും സംഭവിപ്പിക്കാനോ അല്ലെങ്കിൽ യുറേനിയം തട്ടിക്കൊണ്ടുപോകുവാനോ ഒക്കെ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു ദിശ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് അമേരിക്കയെ തടയുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ ഒക്കെ മണ്ണിട്ട് മൂടിയത് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരികയാണ്. നേരത്തെ ഇത്തരം ആണവായുധ കേന്ദ്രങ്ങൾക്ക് മുകളിൽ ഇറാൻ മേൽക്കൂരകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. മറ്റൊന്ന്, ദക്ഷിണ ഇറാനിലെ ബുഷഹർ ആണവ കേന്ദ്രത്തിനടുത്ത് ഒരു റഷ്യൻ വിമാനം ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടാണ്. ആ ഒരു വിശകലനത്തിൽ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ റഷ്യൻ ശാസ്ത്രകാരന്മാരുടെയും അതുപോലെ ആണവ ടെക്നോളജിയൊക്കെ അറിയാവുന്ന ആളുകളെയും ഒക്കെ അവിടെയുണ്ട്. റഷ്യയുടെ ഒരു സാങ്കേതിക സഹായത്തിലാണ് ഈ ബുഷഹർ ആണവ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ യുദ്ധസാധ്യതകൾ മുൻനിർത്തി റഷ്യ അവരുടെ ശാസ്ത്രകാരന്മാരെയൊക്കെ ആ മേഖലയിൽ നിന്ന് മാറ്റുന്നത് ആണ് എന്ന വിശകലനങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. അതായത് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷിക്കുവാൻ പറ്റാത്തത് എന്തും സംഭവിക്കും എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് USS അബ്രഹാം ലിങ്കനെ പോലെയുള്ള കപ്പലുകൾ നേരിടുന്നതിന് വേണ്ടി ഇറാൻ നേരത്തെ തന്നെ പരിശീലനം നടത്തിയിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ എബ്രഹാം ലിങ്കനെ പോലെയുള്ള അമേരിക്കയുടെ ഒരു നാവിക വ്യൂഹത്തിൻ്റെ സാന്നിധ്യം തങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്ന് ഇറാൻ നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും പരിശീലിച്ചിരുന്നു എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളുമൊക്കെ പുറത്തു വരികയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇറാനിലെ ജനകീയ ആഭ്യന്തര പ്രശ്നം അതിന് നടന്നത് ജനുവരിയിലാണ്.
അതിൽ മരണപ്പെട്ടവരുടെയൊക്കെയും 40, അതായത് ഷിയ വിശ്വാസപ്രകാരം മരിച്ചതിന് ശേഷമുള്ള 40 ദിവസങ്ങൾക്ക് ശേഷമുള്ള ചടങ്ങുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ജനുവരിയിൽ മരണപ്പെട്ടവരുടെയൊക്കെ ഈ ജനകീയ പ്രക്ഷോഭത്തിൽ ഇറാനിലെ പട്ടാളക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടവരുടെയൊക്കെയും 40 ചടങ്ങുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. അതിലും ഒക്കെ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായി എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ വരികയാണ്. പ്രത്യേകിച്ചും അലി റേസ സാദക്കി, മുഹമ്മദ് ഖസീം റോസ്ത എന്നീ 2 പേരുടെ വാർത്താ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ 2 പേരുടെയും 40 ചടങ്ങുകളിൽ വലിയ രീതിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഇറാൻ സർക്കാരിന് പ്രതികൂലമായ എതിരായുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് അവിടുത്തെ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള തിരികൊളുത്തൽ ഈ ജനകീയ പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ 40 ചടങ്ങുകളിൽ ഉണ്ടാകുന്നു എന്ന വിശദീകരണങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് സമാധാനത്തിൻ്റെതായ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് നിന്ന് ചില യുദ്ധസന്നാഹമാകുന്ന അല്ലെങ്കിൽ യുദ്ധസഹജമായ ചില ചർച്ചകൾ കൂടി വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. തൽക്കാലം ഈ വീഡിയോ വിടുവാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.